നവമി ദിനേശ് ഉള്ളത് തൃപ്പൂണിത്തുറയിലെ ഒരു പറ്റം ക്രിക്കറ്റ് പ്രേമികൾക്കൊപ്പമാണ്. നവമി, അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ലോകം രാജ്യമെമ്പാടും നമ്മൾ കപ്പുയർത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും മലയാളികൾക്ക് പ്രധാനമെന്നുള്ളത് സഞ്ജു സാംസന്റെ മികവാണ്. അത് ഇന്നും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടവർ. രഞ്ജിത്ത്, രാജ്യം അങ്ങനെ ഉറ്റുനോക്കുകയാണ്. 7 മണിയാകാൻ നമ്മുടെ ഇന്ത്യ കപ്പുയർത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ മലയാളികൾക്കും ഇരട്ടി സന്തോഷം നമ്മുടെ സഞ്ജു കളിക്കുന്നുണ്ടെന്നാണ്. കഴിഞ്ഞ 2 കളികളിലും സഞ്ജുവിന്റെ ഫോം അത് എത്രമാത്രമാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 89 റണ്ണാണ് കഴിഞ്ഞ തവണ എടുത്തത്. ഇത്തവണ സഞ്ജു സെഞ്ചുറി അടിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ നമുക്കുണ്ട്. എന്തായാലും ആവേശകരമായിട്ടുള്ള മത്സരത്തിന് കാത്തിരിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ പൂജ ഗ്രൗണ്ടിലാണ്. ഇവിടെയും ആവേശകരമായിട്ടുള്ളൊരു മത്സരം നടക്കുക കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതാ, അപ്പോൾ എന്തായിരിക്കും ഇന്ന് രാത്രിയത്തെ കളിയിൽ കാണുമ്പോൾ ആളുകളുടെ ആരവം, അവരുടെ ആവേശം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഇവിടെ വലിയ ആവേശകരമായിട്ടുള്ള G&G ചാമ്പ്യൻസ് ലീഗ് 2026 പാലസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും റൺസ് മാത്രമേ ഉള്ളൂ ഇവർക്ക്. എത്ര വിജയിക്കാൻ എത്ര ഇനി 30 റൺ കൂടി മതി ഇവിടെ ജയിക്കാൻ. എന്തായാലും നമുക്ക് ഇന്ത്യയുടെ ഇന്നത്തെ മത്സരം ഏത് രീതിയിലാണെന്ന് നമുക്ക് ഇവിടെയുള്ള ചേട്ടന്മാരോട് തന്നെ ചോദിക്കുക. ഇവരൊക്കെ ജേഴ്സിയൊക്കെ ഇട്ട് കളിക്കാനിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ മത്സരം സഞ്ജു തൂക്കും എന്നാണ് പ്രതീക്ഷ. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരിൽ ഇപ്പോൾ സഞ്ജു മാത്രമാണ് ഫോമിൽ നിൽക്കുന്നത്. ഇഷാൻ കിഷൻ പിന്നെ നമ്പർ 3 കളിക്കുന്നുണ്ട്. അഭിഷേക് ശർമ്മ കുറച്ച് ഔട്ട് ഓഫ് ഫോമാണ്. അപ്പോൾ സഞ്ജുവിന്റെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ന്. പിന്നെ അഭിഷേക് ശർമ്മയും ഇന്ന് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എതിരാളികൾ ശക്തരാകുമോ ഇന്ത്യക്ക്? അതായിരിക്കും. ന്യൂസിലൻഡ് നല്ല ടീമാണ്. പിന്നെ ആ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് കഴിഞ്ഞ 2 പ്രാവശ്യം പരാജയം മാത്രമാണ് ഉണ്ടായത്. ആ ഒരു ലക്ക് ഇപ്രാവശ്യം മാറ്റും എന്ന് വിശ്വസിക്കുന്നു. സഞ്ജു സെഞ്ചുറി അടിക്കുമോ? ഇന്ത്യ ഓപ്പണിംഗ് ബാറ്റിംഗ് ആണെങ്കിൽ സാധ്യതയുണ്ട്. ബൗളിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ബുംറയാണ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ ബൗളിംഗ് ഏറെ നിർണായകമായിരുന്നു. ഇത്തവണ വരുൺ കുറച്ച് ഫോം ഔട്ടാണ്. വരുണിനെ മാറ്റി കുൽദീപ് വരാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സാധ്യത. ഈ സമയത്തൊരു ചേഞ്ച് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സെയിം ടീം തന്നെ ആയിരിക്കും കളിക്കുന്നുണ്ടാവുക. അപ്പോൾ ബുംറ, ഹർഷ്ദീപ്, ഹാർദിക് പാണ്ഡ്യ ഈ 3 പേരുടെ 12 ഓവർ ആണ് ഇന്ത്യക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഓവേഴ്സ്. പിന്നെ അക്ഷർ പട്ടേലും കുഴപ്പമില്ലാണ്ടൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലെന്ന് ഇരിക്കുന്നു. അവരുടെ ഓപ്പണിംഗ് പെയർ ഡിസ്മിസ് ആക്കി കഴിഞ്ഞാൽ ഇന്ത്യ കളിയിൽ മുന്നേറും. ഓക്കെ, എന്താണ് ഇന്നത്തെ നമ്മുടെ കളിയിലെ ഏത് വിധത്തിലാണ് നോക്കിക്കാണുന്നത്? കളിയെ നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് മീറ്റേഴ്സ് വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു വറിയിങ് എനിക്കുന്നത് വെച്ചാൽ സഞ്ജുവിൻ്റെ കാര്യത്തിലുണ്ട്. കാരണം സഞ്ജുവിൻ്റെ ചില ഷോട്ടുകൾ മിസ് ഷോട്ട് ആയിക്കഴിഞ്ഞാൽ തേർഡ് യാർഡിനകത്ത് വരുന്ന സിറ്റുവേഷൻ, അങ്ങനത്തെ കുറച്ച് ടെൻഷൻ ആ കാര്യത്തിലുണ്ട്. അതർവൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ലൊരു കളി വരും, നല്ലൊരു ഫൈനൽ കാണാൻ സാധിക്കുന്നതാണ്. കാരണം ന്യൂസിലൻഡാണ്. എന്തായാലും സെമി ഫൈനൽ പോലെ ഒരു മാസീവ് സ്കോറൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഇൻ ബിറ്റ്വീൻ 170, 180 ഈ ഒരു സ്കോറിലായിരിക്കും കളി പോകുന്നത്. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഫോർ ഇന്ത്യ. അപ്പോൾ നമുക്ക് ബൗളിംഗിൽ പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, ഞാൻ അതിൽ തന്നെ കുറച്ച് സ്പിന്നേഴ്സിന് മേ ബി കുറച്ച് ചാൻസ് ഈ തവണ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നോക്കാം. ഏതായാലും നിങ്ങൾ ഇവിടെയാണോ? സ്ക്രീനിങ് ഒക്കെ ഉണ്ടോ കളി കാണാൻ? നിങ്ങൾ എല്ലാവരും കൂട്ടുകാർ സ്ക്രീനിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല. വീട്ടിലിരുന്ന് കാണുന്നതിനേക്കാളും ആവേശം നമ്മുടെ കൂട്ടുകാരായിട്ട് അതെ സ്ക്രീനിങ് പ്ലാൻ ഇടുന്നുണ്ട്. നോക്കാം. അങ്ങനെ ഒരു പ്ലാൻ ഇടുക നമ്മൾ കവർ ചെയ്യാൻ വരും. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ് എങ്ങനെയാകുമെന്നാണ് വെയിറ്റിംഗ് ആണ്. സഞ്ജുവിന്റെ കളി കാണാനാണ് കാത്തിരിക്കുന്നത്. സഞ്ജു 2 കളിയിലായിട്ട് ഭയങ്കരമായിട്ട് ഫോമിലേക്ക് തിരിച്ചു വന്നല്ലോ. അപ്പോൾ അത് കണ്ടിന്യൂ എന്ന് പ്രതീക്ഷിക്കുന്നു. സഞ്ജു ഈ ലോകകപ്പ് ഇന്ത്യക്ക് വേണ്ടി തൂക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. സഞ്ജുവിലാണ് പ്രതീക്ഷ. അതെ, സഞ്ജുവിലാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. കഴിഞ്ഞ 2 കളിയിലും നമ്മൾ സഞ്ജുവിന്റെ പേര് തന്നെ ചെറിയൊരു സഞ്ജുവിന് വലിയ വിമർശനമൊക്കെ ഉണ്ടായെങ്കിൽ കൂടി കഴിഞ്ഞ 2 കളിയിലും സഞ്ജു തന്നെയായിരുന്നു നിർണായകം. ഇല്ല, ഇത് സഞ്ജുവിന്റെ റിഡംഷൻ തന്നെയാണ്. അതുകൊണ്ട് ഇന്നും നമുക്കൊരു ഹാഫ് സെഞ്ചുറി പ്രതീക്ഷിക്കാം സഞ്ജുവിൽ നിന്ന്. കൂടാതെ അഭിഷേക് ഇന്ന് ഫോം ആകുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് കാണാം നമുക്ക് അഭിഷേകിനെ മൊത്തത്തിൽ. ഇന്ത്യ ജയിക്കാന്നുള്ളത് തന്നെയാണ് പ്രയോറിറ്റി. അതിൽ സഞ്ജുവിനോട് നല്ല ഇന്നിംഗ്സും കൂടി ഉണ്ടെങ്കിൽ ഇരട്ടി മധുരായി. അതെ, ഇതിലാരാ ബെസ്റ്റ് ബൗളർ? ആരാ ഇവിടെ ഇരിക്കുന്നതിൽ? അപ്പൊ പറയൂ, നമ്മുടെ ഇത്തവണ നമ്മുടെ വരുണിനെ മാറ്റി കുൽദീപ് വരാനുള്ള സാധ്യതയുണ്ടോ? വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 കളിയും വരുൺ, കാരണം കോൺഫിഡൻസിൽ മത്സരം കഴിഞ്ഞ ഇന്നിംഗ്സിൽ കിട്ടിയുള്ള കൺസീവ് ചെയ്തിട്ടുള്ള റൺസ്. അതുകൊണ്ട് എന്തായാലും കുൽദീപ് ഇറങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബുംറ ഓൾവേസ്. അതെ, ബുംറ ആരാണ് ബൗളിംഗിൽ ആരെയാണ് കൂടുതൽ?
ബുംറ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഓവറിലൊക്കെ ബുംറ സഞ്ജു പറഞ്ഞ പോലെ വൺസ് ഇൻ എ ജനറേഷൻ ബോളർ ആണല്ലോ. അതെ അതെ അതെ, അത് സഞ്ജു കഴിഞ്ഞ തവണ പറയുകയും ചെയ്തു, തനിക്കല്ല ഇത് അർഹമായത് ബുംറയ്ക്കാണ്. അതെ അതെ. പിന്നെ ഹർഷദീപ് 2020 ഇന്ത്യയുടെ ബെസ്റ്റ് ബോളർ തന്നെയാണ്, ഏറ്റവും നല്ല റെക്കോർഡ്സ് ഉള്ള ബോളർ തന്നെയാണ്. അപ്പം ഏറ്റവും നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കാൻ ഹർഷദീപിന് പറ്റട്ടെ. ഹർഷദീപിന്റെ ഇടയ്ക്ക് പോണ വൈഡാണ് നമുക്കൊരു ആശങ്കയാകുന്നത് അല്ലേ, ലാസ്റ്റ് മിനിറ്റ്. വൈഡ് കിട്ടിയാലും ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്, അതിന്നും വരുന്ന പ്രതീക്ഷിക്കാം. അതെ, എന്തായാലും എങ്ങനെയാണ് നമ്മുടെ ഇത്തവണത്തെ ഇന്ത്യൻ ടീം തൂക്കും കപ്പ്? ഇന്ത്യൻ ടീം തീർച്ചയായിട്ടും കപ്പ് തൂക്കും. സഞ്ജുവിന് നല്ലൊരു പെർഫോമൻസ് ഉണ്ടായ ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ രഞ്ജിത്ത്, എന്തായാലും നമ്മൾ സഞ്ജുവിന്റെ പെർഫോമൻസ് കാണാനാണ് കൂടുതൽ കാത്തിരിക്കുന്നത്. നമ്മുടെ കമന്റേറ്റർ ഇവിടെ ഉണ്ട്, ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കാമോ അല്ലെ? ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസിനെ ഏത് രീതിയിൽ നമ്മൾ കാത്തിരിക്കണം, ഏത് രീതിയിൽ വിലയിരുത്താം? തീർച്ചയായിട്ടും കഴിഞ്ഞ 2 മാച്ചിൽ വളരെ നല്ല പെർഫോമൻസോട് സഞ്ജു പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രതീക്ഷയും സഞ്ജുവോടാണ്. കാരണം പുള്ളി നല്ല ഫോമിലാണ്. നല്ലൊരു എന്താ പറയുക, വളരെ ഒരു ഡൗൺ സ്ലൈഡിൽ നിന്ന് തിരിച്ച് കയറി വന്ന നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു വെസ്റ്റ് ഇൻഡീസിൻ്റെ അടുത്ത്. അതിനെ തിരിച്ച് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ അടുത്തും നല്ലൊരു പെർഫോമൻസ് ആണ് വെച്ചത്. കൂടെ ഒരു ക്യാച്ചിൻ്റെ ആ ഒരു ചാൻസ് അല്ലാതെയുള്ള ബാക്കി എല്ലാ ഷോട്ട്സും വളരെ ക്ലാസിക് ഷോട്ട്സാണ്. ഇത്രയും നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഇതിനു മുമ്പ് കണ്ടേക്കുന്നത് രോഹിത് ശർമ്മയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും അതേ ഒരു ഫ്ലോ അടുത്ത ഫൈനൽസിലും പുള്ളിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇന്ത്യ ദാറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു വിൻ ദ ട്രോഫി എഗെയിൻസ്റ്റ് ദ ന്യൂസിലാൻഡ് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി എ റിപ്ലൈ ഫോർ ദ ന്യൂസിലാൻഡ്. കഴിഞ്ഞ ന്യൂസിലാൻഡ് സീരീസ് ആണ് പുള്ളിയുടെ, ദാറ്റ് മീൻസ് നമ്മുടെ സഞ്ജുവിൻ്റെ വളരെ ഒരു ഡൗൺ സ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്ലേയിങ് ലെവലിനുണ്ടായിരുന്ന സഞ്ജുവിനെ ഇല്ലാതാക്കിയ ഒരു സീരീസാണ്. തിരിച്ചതിനുള്ള മറുപടി ഫൈനൽസിലൂടെ കിട്ടും. താങ്ക് യു. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് നമ്മൾ, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. രഞ്ജിത്ത്, നമുക്ക് ഏതൊരു മനുഷ്യനും ഒരു തിരിച്ചുവരവുണ്ടെന്ന് തെളിയിക്കുകയാണ് നമ്മുടെ സഞ്ജുവിന്റെ ആ ഒരു കഴിഞ്ഞ 2 കളിയാണ് നമ്മുടെ ഇന്ത്യൻ ടീമിന് ഏറെ നിർണായകമായത്. ചേട്ടന്മാരെ, ഇന്നത്തെ കളി കാണാൻ വളരെ എക്സൈറ്റഡ് ആണ്. പറയൂ, എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ്? ഏത് ഞങ്ങള് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ഇന്ത്യ ജയിക്കുന്നു. നമ്മുടെ സഞ്ജു മാൻ ഓഫ് ദി മാച്ച്. സഞ്ജു സെഞ്ചുറി അടിക്കും. സഞ്ജു സെഞ്ചുറി മാത്രമല്ല, അതിന് മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അടിക്കും. പക്ഷെ സഞ്ജുവിനെ മാത്രമല്ലോ ഇന്ത്യൻ ടീം ഇത്രയ്ക്കും പ്ലേയേഴ്സ് ഉണ്ടല്ലോ. നമ്മുടെ ടീം കപ്പ് എടുക്കാൻ വേണ്ടി മാത്രം കളിക്കണം. പൊളിയാണ് നമ്മുടെ ഇന്ത്യ. ദാറ്റ്സ് ഇറ്റ്. അടിച്ചു പൊളിക്കും നമ്മള്. കപ്പോടെ നമ്മൾ തിരിച്ചു വരുള്ളൂ. എന്തായാലും രഞ്ജിത്ത്, ഇന്ത്യ കപ്പ് ഉയർത്തുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ക്രിക്കറ്റ് പ്രേമികൾ പറയുന്നത്. അതിൽ സഞ്ജുവിന്റെ പങ്ക് ഏറെ നിർണായകമാണെന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നു. സഞ്ജു സെഞ്ചുറി അടിക്കും എന്ന് പറയുന്ന അങ്ങനെ തന്നെ ആവട്ടെ, ഇന്ത്യൻ ടീം കപ്പ് ഉയർത്തട്ടെ. നമ്മുടെയൊക്കെ അഭിമാനമായി സഞ്ജു തിരിച്ചു വരുമ്പോൾ, ആ കപ്പുമായി തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ മാൻ ഓഫ് ദ സീരീസായി തിരിച്ചു വരട്ടെ. അത് തിരുവനന്തപുരത്ത് സഞ്ജുവിനെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. എന്തായാലും ഇന്ത്യൻ ടീമിന്റെ ഈ ഒരു മത്സരം കാണാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അതിലേറെ ആവേശത്തിലുമാണ്. രഞ്ജിത്ത്, നവമിയാണ് അവിടെ ആരാധകർക്കൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.